ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഈ പെൺകുട്ടി അറിയാം നീ? അവിടെ വീട്ടില് ജീവൻ അന്വേഷിച്ച് പോലീസുകാർ വന്നിരുന്നു. അവര് ജീവനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തെങ്കിലും ചെയ്തു കാണും, അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്നവരെ അന്വേഷിച്ച് പോലീസ് വരില്ലല്ലോ. ഹരി, എന്താ കാര്യം ഒന്ന് പോയി അന്വേഷിക്കോ? ആരെങ്കിലും ഒന്ന് അന്വേഷിച്ച് പോവാതെ എങ്ങനെയാ? തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനാ പോലീസും കോടതിയും ഒക്കെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥയില് ജീവൻ ഒരു തെറ്റും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ടാ പോയി അന്വേഷിക്കാൻ പറയുന്നത്. ഹരിക്ക് പറ്റുമോ? അതോ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ തന്നെ പോണോ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ശരവണൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്, അയാൾ വന്നോട്ടെ. എന്തേലും കണ്ട നാട്ടുകാർ കഥകളൊക്കെ ഉണ്ടാക്കി പറയും. അതൊക്കെ സാധാരണ നടക്കാറുള്ളതാ. ഇതിപ്പോ വീട്ടുകാർ തന്നെ ഇങ്ങനെ. സർ, സാർ ഇവിടെ? സർ, ഇവനാ ജീവൻ. സർ. അതെ സാർ. തന്റെ തൊഴിലെന്താ? സാറേ, ഞാനിവിടെ ഒരു കമ്പനിയിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലിയാണ് സാർ. രണ്ട് ദിവസം മുമ്പ് രാത്രി 12 മണിക്ക് ശേഷം നിന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ പുറകിലുണ്ടല്ലോ. എന്തായിരുന്നു അവിടെ കാര്യം? അയ്യോ സാറേ, ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല സാറേ. സാറേ, സത്യത്തിൽ എനിക്ക് ഈ സെൻട്രൽ സ്റ്റേഡിയം അറിയത്ത് പോലുമില്ല. ഈ സിറ്റിയിൽ നീ എവിടെയൊക്കെ പാതിര സഞ്ചാരം നടത്തുന്നുണ്ട്, സ്ഥിരമായിട്ട് ആരൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാടാ. സാർ, ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പമാണ് സാർ ജീവിക്കുന്നത്. സാർ, സന്ധ്യയ്ക്ക് മുമ്പ് ഞാൻ വീട്ടിലെത്താറുണ്ട് സാർ. പിന്നെ ഞാനങ്ങനെ പുറത്തിറങ്ങാറില്ല സാർ. ഈ പെൺകുട്ടി അറിയാം നീ?
സാറേ ഇത് അറിയോ അറിയില്ലേ? അറിയാം സാർ. ആരാ? സാർ ഒരു നേഴ്സാണ്. ഇവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നിട്ടുണ്ട് സാർ. ദാ ഈ ഡോക്ടറുടെ ഹോസ്പിറ്റൽ. അതെ സാർ. ഡോക്ടർ പോയിക്കോളൂ. ആവശ്യമുണ്ട് ഞാൻ വിളിപ്പിച്ചോളാം. ശരി, താങ്ക് യു സർ. ഓക്കെ. ഈ പെൺകുട്ടിയുടെ പേരെന്താ? സാറേ ഞാൻ അവരോട് പേരൊന്നും ചോദിച്ചിട്ടില്ല. നീന, അതാണ് അവളുടെ പേര്. ഓ, പേര് നീ മറന്നിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോ എന്റെ മുന്നിൽ പേര് മറക്കുന്നതാണ് നല്ലതെന്ന് നിനക്ക് തോന്നി അല്ലടാ? അയ്യോ, എന്താ സാറേ കാര്യം എന്താണെന്ന് പറയാതെ ഇങ്ങനെയൊക്കെ ചോദിച്ച നിന്റെ നിഷ്കളങ്കമൊക്കെ ഗംഭീരാവുന്നുണ്ട്. ഇവള് നീ എന്താടാ ബന്ധം? എന്ത് ബന്ധം? ഒന്നുമില്ല സാറേ. പിന്നെന്തിനാടാ അടിക്കടി നീ താമസിച്ച സ്ഥലത്ത് അവള് വരുന്നേ? ഞാൻ താമസിക്കുന്ന സ്ഥലത്തോ? സാറേ അവിടെ ഒന്നും ആരും വരത്തില്ല സാറേ. ഇവളിപ്പോ എവിടെ ഉണ്ട്? സാറേ എനിക്കെങ്ങനെ അറിയാനാ സാർ? യെസ്, അറിയില്ല അല്ലേ? അവള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകാർക്കറിയില്ല, സുഹൃത്തുക്കൾക്കറിയില്ല, വീട്ടുകാർക്കും അറിയില്ല. അപ്പോ പിന്നെ അവളവിടെ പോയി. ഒന്നുകിൽ അവളായിട്ട് നാട് വിടണം, അല്ലെങ്കിലേ മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്യണം. നീ അവൾ എന്ത് ചെയ്തു എന്നാ ഞങ്ങൾക്കറിയേണ്ടത്. സാറേ ഞാൻ കാണാതായ ദിവസം അവൾ ഇറങ്ങിയത് നിന്റെ വീട്ടിലേക്കാ, നിന്നെ കാണാൻ. കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന ആൻസറുണ്ട് കുറ്റം മറയ്ക്കാനൊന്നും ശ്രമിക്കണ്ട. സാറേ ഞാൻ പറയുന്നൊന്ന് കേക്ക് സാറേ. സാറേ ഹോസ്പിറ്റൽ എല്ലാവരും എന്നോട് നല്ല രീതിയിൽ പെരുമാറിയത്. ഈ നേഴ്സും അങ്ങനെ തന്നെ ആയിരുന്നു സാറേ. അല്ലാതെ ഞാൻ ഒരു തവണ പോലും അവരെ ഫോൺ പോലും ചെയ്തിട്ടില്ല സാറേ. സാറേ അവരുടെ നമ്പർ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഒരു മാൻ മിസ്സിംഗ് പെറ്റീഷന്റെ ഗൗരവം എന്താണെന്ന് അറിയോ നിനക്ക്? കാണാതായ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അവസാനമായിട്ട് ആരെയാണോ കണ്ടത് അയാളിലേക്ക് ചോദ്യങ്ങളും അന്വേഷണങ്ങളും നീളും. അതുകൊണ്ടാ നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നിനക്കൊന്നും അറിയില്ല?